അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. മെഹറാജ് രാവിലെ നോമ്പ്, അതായത് റജബ് 27 നോയമ്പ് അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും, അതിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അവിശ്വാസികൾക്ക് തട്ടിക്കളയാം. എന്താണ് റജബ് 27 മെഹറാജിൻ്റെ നോമ്പ്? എപ്പോഴാണ് നമ്മൾ നോമ്പ് വെക്കേണ്ടത്? നോമ്പ് വെക്കാനുള്ള കാരണം എന്താണ്? എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എന്താണ് മെഹറാജ് ദിനമെന്ന് നോക്കാം. മെഹറാജ് ദിനം എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ നേരിൽ കണ്ട ദിവസമാണ്. ജിബ്രീൽ അലൈഹി വസ്സലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപം കണ്ട ദിവസമാണ്. നമസ്കാരം നിർബന്ധമാക്കിയ ദിവസം കൂടിയാണ്. സ്വർഗവും നരകവും സിദ്രത്തുൽ മുൻതഹയും ബഹ്റും നൂറും ബൈത്തുൽ മഹ്മൂറും 7 ആകാശങ്ങളും നേരിൽ കണ്ട ദിവസമാണ്. റജബ് മാസം അള്ളാഹു ആദരിച്ച പരിശുദ്ധ മാസങ്ങളിലൊന്നാണ്. ഈ മാസത്തിലെ 27-ാം രാത്രി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പ്രത്യേക ആത്മീയ ജാഗ്രത ഉണർത്തുന്ന ഒരു രാത്രിയാണ്. ഇത് തൗബയുടെ രാവാണ്, ദുആയുടെ ആഴമാണ്. നമസ്കാരത്തിലും ദിക്റിലും അള്ളാഹുവിനോട് അടുത്തു ചേരാനുള്ള സുവർണ അവസരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അത്ഭുതങ്ങളെല്ലാം നേരിൽ കണ്ട ദിവസമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ആരെങ്കിലും മെഹറാജിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസം നോയമ്പ് അനുഷ്ഠിച്ച കൂലിയാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. എങ്ങനെയാണ് നോമ്പിൻ്റെ നിയ്യത്തെന്ന് നോക്കാം. നവൈതു സൗമ ആദി അൻ സുന്നത്തി മെഹറാജി ലില്ലാഹി താല. അള്ളാഹു താലയ്ക്ക് വേണ്ടി മെഹറാജിൻ്റെ സുന്നത്തായ നോമ്പ് വച്ച് വീട്ടാൻ ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഫർലായ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അതുകൂടി നിയ്യത്ത് ചെയ്ത് വെക്കാവുന്നതാണ്. അള്ളാഹു താല നമുക്കെല്ലാവർക്കും നോമ്പ് വെക്കാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. മെഹറാജ് രാവിൽ ധാരാളമായി ചൊല്ലേണ്ട ദിക്ർ ദുആകളെ കൂടി നോക്കാം. കുറഞ്ഞത് 20 ഖുൽ ഹുവല്ലാഹെങ്കിലും ഓതുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ധാരാളമായി അധികരിപ്പിക്കുക. ഈ ദിക്റിൻ്റെ പ്രതിഫലം എന്താണെന്ന് നോക്കാം. മരണസമയം ഈമാൻ സലാമത്താവാനും സ്വർഗപ്രവേശത്തിന് വഴിയാകും. ഈ രാവിനെ നഷ്ടപ്പെടുത്താതെ ഇബാദത്തുകളാൽ നിറച്ച ഹൃദയം ശുദ്ധീകരിക്കാം. അള്ളാഹു നമ്മുടെ ദുആകൾ കബൂൽ ചെയ്യട്ടെ. ആമീൻ.